നമസ്കാരം. കോതമംഗലം കുട്ടമ്പുഴയിൽ മേയാൻ പോയ പശുവിനെ തേടി കാട്ടിലേക്ക് പോയ 3 സ്ത്രീകളെ കാണാനില്ല എന്ന ആശങ്കയ്ക്ക് മേലാണ് ഇന്നലെ കേരളം ഉറങ്ങാൻ കിടന്നത്. ആ ആശങ്കയ്ക്ക് മേൽ വലിച്ചുകെട്ടിയ നൂൽപാലത്തിലൂടെ കടന്നുപോയ മണിക്കൂറുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. രാത്രി മുഴുവൻ കാടടച്ചുള്ള തിരച്ചിൽ, വീടുകളിലെ അടക്കിപ്പിടിച്ച തേങ്ങൽ. ഉദ്വേഗത്തിന്റെ 14 മണിക്കൂറുകൾക്ക് ശേഷം 3 പേരും നടന്നു കയറിയത് മലയാളികളുടെ ആശ്വാസത്തിലേക്കാണ്. കുട്ടമ്പുഴയിലെ അതിജീവനത്തിന്റെ പ്രത്യേക പരിപാടിയിലേക്കാണ് ഇനി കാടിറക്കം. അകത്ത് കയറി കഴിഞ്ഞാൽ കാടിൻ്റെ ശാന്തതയും പ്രത്യേക ഒരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിൽ മനുഷ്യൻ്റെ മനസ്സും മാറും. അവന് വഴി തെറ്റിപ്പോവുക സ്വാഭാവികമാണ്. കുട്ടമ്പുഴയിൽ 3 സ്ത്രീകൾ വനത്തിലകപ്പെട്ടിട്ടുണ്ട്. കോതമംഗലം കുട്ടമ്പുഴയിൽ അട്ടിക്കളത്ത് 3 സ്ത്രീകൾ വനത്തിനുള്ളിൽ അകപ്പെട്ടു. പശുക്കളെ തിരയാൻ വനത്തിലേക്ക് പോയ സ്ത്രീകളാണ് വഴിതെറ്റി വനത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. വനപാലകരടക്കം വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് നാട്ടുകാരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഉൾവനത്തിൽ തിരച്ചിൽ നടത്തുന്നത്. വൈകുന്നേരത്തോടു കൂടിയാണ് ഇവർ ഈ കാട്ടിലേക്ക് കയറിപ്പോയത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഒരു കറക്കുന്ന പശുവിനെയാണ് കാണാതെ പോയത്. മായ എന്ന് പറയുന്ന സ്ത്രീയുടെയാണ് പശു. അപ്പോൾ ഒറ്റയ്ക്ക് കാട്ടിൽ പോകാൻ പ്രയാസമായതുകൊണ്ട് തൊട്ടടുത്ത് അവരെ ബന്ധുവായിട്ടുള്ള പാറുക്കുട്ടിയും പിന്നെ ഷേർലി എന്ന് പറയുന്ന ഒരു സ്ത്രീയും കൂട്ടിയാണ് അവർ പോയത്. കാട് ഇവിടുന്ന് അധികം ദൂരമില്ല. പ്ലാന്റേഷനകത്ത് പഴയ പോലെയല്ല, ഇപ്പോൾ നന്നായിട്ട് കാട് ഇടതൂർന്ന് വളർന്നു നിൽക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം ഒരു 6 മണിയോട് കൂടിയാണ് നമ്മുടെ ഇവിടുത്തെ പ്രാദേശിക ലേഖകൻ നമ്മളെ ഇങ്ങനെ 3 പേർ വനത്തിനുള്ളിൽ അകപ്പെട്ടു എന്നുള്ളൊരു വാർത്ത വിളിച്ചു പറയുന്നത്. ഉടൻ തന്നെ ഞാൻ ഡെസ്കിലേക്ക് വിളിച്ചു പറയുകയും തൊട്ടടുത്ത ബുള്ളറ്റിന് നമ്മൾ ആ വാർത്ത ബ്രേക്ക് ചെയ്ത് കയറുകയായിരുന്നു. പിന്നീട് ഞാൻ തൊടുപുഴയിൽ നിന്ന് ക്യാമറമാൻ MD അധീഷും അതോടെ നമ്മുടെ സാരഥി ഹരീഷുമായി ചേർന്ന് തൊടുപുഴയിൽ നിന്ന് കുട്ടമ്പുഴയിലേക്ക് വരികയായിരുന്നു. നമ്മളിവിടെ വരുമ്പോൾ നല്ല ഇരുട്ടിയിട്ടുണ്ട്, രാത്രിയായ സമയമാണ്. നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഈ ദൗത്യസംഘം, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, നാട്ടുകാർ, ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥർ, പോലീസുകാർ, ഫയർഫോഴ്സ് എല്ലാ ആളുകളുമുണ്ട്. അവർ നേരത്തെ തന്നെ ഈ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി കാട്ടിലേക്ക് പോയി തെരച്ചിൽ തുടങ്ങിയിരുന്നു. ഇത് ഏത് രീതിയിലാണ് ഈ കാടിൻ്റെ അവസ്ഥ, അങ്ങനെ ആന ഉണ്ടെന്നുള്ള കാര്യം ഇവിടുത്തെ നാട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം നമ്മളിവിടെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാൻ വരുന്നത് ഈ വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ്. അപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെ ആനകളുണ്ടാവും എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാം നിൽക്കുക ഒരു ആശങ്കയോടുകൂടി തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എപ്പോഴായിരുന്നു അവസാനമായിട്ട് അവർ ഒരു ബന്ധപ്പെട്ടത് ഇങ്ങോട്ട് ഫോണിൽ? 5 മണിയായപ്പോഴാണ് അവസാനമായിട്ട് പ്രതികരിച്ചവർ. ആ സമയത്ത് വിളിക്കുമ്പോൾ അവരുടെ ഹസ്ബൻഡിനെ വിളിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞിട്ട് ഞങ്ങൾ ആനയെ കണ്ട് ഭയന്നിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, തൊണ്ടയിൽ വെള്ളമൊക്കെ പറ്റിപ്പോയി, ഞങ്ങൾക്ക് ആകെ പേടി തോന്നണമെന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. മായ എന്ന് പറഞ്ഞ് ആൾ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ആളുടെ കൈ കൊടുക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരും അതേ രീതിയിൽ തന്നെ കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. അവൾ വളരെ ഭയന്നിട്ടാണുള്ളത്. ഇന്നലെ അർദ്ധരാത്രിയോട് തന്നെ കുട്ടമ്പുഴയിലെ സാഹചര്യം അല്പം രൂക്ഷമാണ് എന്ന് തൊടുപുഴയിലെ റിപ്പോർട്ടർ എബിൻ ജോസ് വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ രാവിലെ ഇങ്ങോട്ടേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നമ്മൾ. രാവിലെ ഒരു 7-7:30 കൊച്ചിയിൽ നിന്ന് നമ്മൾ കുട്ടമ്പുഴയിലെത്തി. ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ
ഈ നാട്ടുകാരൊന്നടങ്കം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ കണ്ണുകളിൽ ഒരു ആശങ്കയുടെ ഒരു നിഴലൊക്കെ നമുക്ക് കാണാവുന്ന ഒരു അവസ്ഥയായിരുന്നു ഞാനിവിടെ എത്തുമ്പോഴുണ്ടായിരുന്നത്. അതിൽ പാറു എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരത്തെ വിളിച്ച് കൊണ്ടുപോയേക്കണേ. അവർക്ക് ആ കാട്ടിൽ പരിചയമുള്ളൂ. എൻ്റെ മകൾക്കും മായയ്ക്കും വലിയ പരിചയമൊന്നുമില്ല. എന്നിട്ട് പോത്തിനെ പശുവിനെ നോക്കാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയി. ഞാനവിടെ ഇല്ലായിരുന്നു. ഫോണിൽ എൻ്റെ കയ്യിൽ ഫോണില്ല. അപ്പോൾ ഇവരൊക്കെ വിളിച്ചു. ഞാൻ ഇവരുടെ അടുത്ത് വന്നപ്പോൾ ഇവർ വിളിച്ചപ്പോൾ വിളിച്ചിട്ട് വിളി കേട്ടു എന്ന് പറയണം. എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നിലവിൽ നമുക്ക് റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇന്നലെ പോയ 2 ടീമുകളും ഫോറസ്റ്റിനുള്ളിൽ തന്നെ അവർ ഇപ്പോൾ സെർച്ച് തുടരുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഫോറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും അതുപോലെ തന്നെ നാട്ടുകാരടങ്ങുന്ന സംഘം കാടിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. അവരും സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിലേക്ക് പോയ ആളുകൾ, തെരച്ചിലിന് പോയ ആളുകളുമായിട്ട് കൂടുതൽ അപ്ഡേഷനൊന്നും പുറത്തേക്ക് വരുന്നില്ല. നമ്മൾ ഈ ഏകദേശം ഒരു 10-11 മണിയായിട്ടും ഒരു അപ്ഡേഷൻ വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയവർക്ക് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ റേഞ്ച് എന്ന് പറയുന്ന സംവിധാനമില്ല. പോയവർ തിരിച്ചു വന്നാൽ മാത്രമേ ഏതെങ്കിലും രീതിയിൽ അപ്ഡേഷൻ ഉണ്ടാവുകയുള്ളൂ, ഇവരെക്കുറിച്ചൊരു വിവരം ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്കും കാര്യമായ അപ്ഡേഷൻ ഇല്ല. പിന്നെ ഇവിടെയുള്ള ആളുകൾ പറയുന്ന സാഹചര്യം അനുസരിച്ചായിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവർ 3 പേരും ഒന്നിച്ച് തന്നെയാണ് ഉള്ളത്. പക്ഷേ അവർ വളരെയേറെ പരിഭ്രമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. പ്രത്യേകിച്ച് അവരുടെ ചുറ്റും അന്നേരം അവസാനമായിട്ട് സംസാരിച്ചപ്പോൾ ആനയുടെ ശല്യം, അതായത് ആനയുടെ ഒച്ചപ്പാടും അതുപോലെ തന്നെ ആനയുടെ പരാക്രമവും അവർ സമീപ സ്ഥലത്ത് ഉണ്ടായതുകൊണ്ട് അവർ പരിഭ്രമിച്ചിട്ടാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ആശങ്ക പങ്കുവയ്ക്കുന്നത് ഈ പോയവരെല്ലാവരും ആനയെ കണ്ടു. വഴിയിൽ ചുറ്റും ആനയാണ്. ഒരു സംഘമാണെങ്കിൽ അവിടെ ഒരു പാറപ്പുറത്ത് തീ കത്തിച്ച് ആന വരാതിരിക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ് എന്നുള്ള കാര്യവും ഇവർ പറഞ്ഞു. അപ്പോൾ ഭയങ്കര ആശങ്ക. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് കേട്ടുകേൾവില്ല. നമ്മൾ ഈ പരിസരവുമായി ജീവിക്കുന്ന ആളുകളല്ല. എങ്കിൽ ഇത് ഈ 3 പേര് 3 സ്ത്രീകളാണ്. അതുതന്നെ ഒരു വലിയൊരു പേടി. ഇവരുടെ അവസ്ഥകൾ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. മണിക്കൂറുകൾ പിന്നിടുന്നു. എല്ലാവരും ഈ കാട്ടിലേക്ക് പോയ 3 പേർക്ക് വേണ്ടി കാത്തിരിക്കുന്ന സങ്കടത്തിൻ്റെ ഒരു കാഴ്ചയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഏകദേശം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു 8:30-8:45 തന്നെ ഈ വനത്തിലേക്ക് പോയ 3 ആളുകളെയും കണ്ടെത്താനായി എന്നുള്ള വിവരം DFO വഴിയാണ് നമ്മൾ അറിയുന്നത്. കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം നമ്മുടെ ഒരു ടീം അറക്കമുത്തി ഭാഗത്താണ് പോയിട്ടുള്ളത്. അവിടുത്തെ ഈ 3 ആൾ കണ്ടിട്ട് അറക്കമുത്തി ഭാഗത്താണ് പോയിട്ടുള്ളത്. സോ 3 പേര് സേഫായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടത്. ഇവിടുത്തെ ഒരു നോക്കെങ്കിൽ 6 കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം. സോ ഇവിടെ കൊണ്ടുവരണം. ഏതെങ്കിലും ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ സ്ഥിരീകരിക്കാൻ, ഇവരെ കണ്ടെത്തിയെന്ന് പറഞ്ഞ ഒരു വാർത്ത സ്ഥിരീകരിക്കണമെങ്കിൽ അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുള്ളപ്പോഴാണ് നമുക്ക് ഈ കൂട്ടത്തിൽ പോയൊരു സാബു എന്ന് പറയുന്ന ചേട്ടനെ നമുക്ക് പരിചയമുണ്ട്. ചേട്ടൻ്റെ നമ്പറും ഉണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഈ നമ്മുടെ ന്യൂസ് ഡെസ്കിൽ ഇവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. SKN മോർണിംഗ് ഷോയിൽ ഡയറക്റ്റ് ഈ സാബുവിനെ വിളിക്കുകയാണ്. നമ്മൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ സാബു പെട്ടെന്ന് എടുത്തിട്ട് ഇവരെ കിട്ടിയെന്ന് നമ്മുടെ ഓണേറി പറയുകയാണ്. അതായത് സാബു ഒരു മരത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ എടുത്തത്. ഇവരെ കിട്ടിയെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയാണ്. ആ സമയം തന്നെ DFOയും ഈ 3 പേരെ കണ്ടെത്തിയെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു. വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. നിന്നോട്
പോയില്ലേ തന്നെ കാട്ടി ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകളായിരുന്നു. അവരെ കാട്ടിനുള്ളിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്ററുകൾ അപ്പുറമാണ്, ഉൾവനത്തിലായിരുന്നു. അവിടെ നിന്ന് ഫോറസ്റ്റും പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് അവരെ വലിയൊരു സുരക്ഷാ വലയം തീർത്തുകൊണ്ടാണ് കാടിനുള്ളിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവന്നത്. അവിടെ അപ്പോഴേക്കും നമ്മൾ തന്നെ ഈ ഏകദേശം കാടിൻ്റെ പകുതിയോളം എത്തിയിരുന്നു. അവിടെ വെച്ച് നമ്മൾ കണ്ട കാഴ്ച നിരനിരയായി വരുന്ന ഒരു വലിയ ആളുകൾക്ക് നടുവിൽ പൂർണ്ണ സുരക്ഷിതരായി വരുന്ന ഈ 3 പേരെയുമാണ്. നമ്മൾ ആദ്യം കണ്ടത് മായ ചേച്ചിയാണ്. മായ ചേച്ചിക്ക് മുന്നിൽ നമ്മൾ മൈക്ക് നീട്ടി. പേടിയുണ്ടോ? പേടി മാറിയോ? പേടി ഇല്ല, പേടി മാറി. ആന ഉണ്ടെന്ന് ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കടന്നു വരാൻ പറ്റാതെ വന്നു. ആന നിന്ന കാരണം ഞങ്ങൾ വഴി മാറിപ്പോയതാ. ആനേനെ പേടിച്ച് വഴി മാറിപ്പോയതാ. അന്നേരം അങ്ങനെ അതിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു പോരാൻ പറ്റാതെ വന്നു. ആന കാരണം കടന്നു വരാൻ പറ്റാതെ വന്നു. അപ്പം ഞങ്ങൾ അവിടെ ഒരു സുരക്ഷിതമായ സ്ഥലത്ത് കയറി അവിടെ നിന്നു. പാറപ്പുറമായിരുന്നു. 3 പേര് ഒരുമിച്ചുണ്ട്. 3 പേര് ഒരുമിച്ചുണ്ട്. ആനെ കണ്ടപ്പോൾ നിങ്ങൾ 3 പേരും 3 വഴിക്ക് ഓടുകയായിരുന്നു? ഇല്ല, ഞങ്ങൾ ഒരു വഴിക്ക് തന്നെ പോയത്. ഞങ്ങൾ ആ ചെക്കിടാൻ വരെ തെറ്റുകൂടാതെ വഴി തെറ്റാതെ വന്നു. അവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകേണ്ട ഞങ്ങൾ പുറകോട്ട് തിരിഞ്ഞു പോയി. എല്ലാം വഴിച്ചാലാണല്ലോ, ആന വഴി ഇങ്ങനെ തെളിച്ചിട്ടേക്കുവാണല്ലോ. അപ്പം മുമ്പോട്ട് കിടക്കേണ്ട ഞങ്ങൾ പുറകോട്ടായിപ്പോയി. അതാണ് ഞങ്ങൾ ആ വഴി തെറ്റിപ്പോയി. അങ്ങനെ സംഭവിച്ചതാ. അല്ലെങ്കിൽ കാടൊക്കെ നല്ല പരിചയമുള്ള ആളാണ് എനിക്ക്. ഉറങ്ങിയിട്ടില്ല, ഒരുപോളെ കണ്ണുറങ്ങിയിട്ടില്ല. ഞങ്ങൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു വലിയ വിരിച്ച മാറിയായിരുന്നു, ഒരു പെരയുടെ അത്രയുണ്ട്. അപ്പോൾ എവിടെ നിന്ന് ആന വന്നാലും ഞങ്ങൾ പിടിക്കില്ല. അഥവാ അത് കൈനട കുത്തി കയറിയാലും തുമ്പി കൈ കൊണ്ട് പിടിക്കാൻ വന്നാലും ഞങ്ങൾക്ക് മാറാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. തപ്പി നോക്കണം, നമ്മുടെ അടുത്തിരിക്കുന്ന ആളെ കണ്ണി അതുപോലെ ഇരുട്ടായിരുന്നു. ഒരു 2 മണി വരെ ആന ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 11:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് പോയി. ഞങ്ങളുടെ പശുവിനെയാണ് കാണാതെയായത്. അപ്പോൾ അവർ ആ പശുവിൻ്റെ വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവന് സുഖമില്ലാതിരിക്കുക. അപ്പോൾ നമുക്ക് പൈസയായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ അത് നഷ്ടപ്പെട്ടു പോയാൽ അവരുടെ വരുമാനം നിന്നു പോകില്ലേ. അപ്പോൾ അത് കാരണം ഞാനവിടെ ഇറങ്ങി ചെന്നപ്പോൾ എന്നാൽ ഞാനും പോരാടി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി നമുക്ക് പോവാച്ചെന്നും പറഞ്ഞു. ഞങ്ങളിങ്ങോട്ട് തിരിച്ച് പോരാനായിട്ട് തുടങ്ങിയപ്പം വഴിയിൽ വട്ടം നിൽക്കുമായിരുന്നു ആന. അപ്പോൾ ആനയെ കണ്ടപ്പോൾ ഞങ്ങളിവിടെ മാറി നിന്നു. ഞങ്ങൾ ചെല്ലുന്ന ആന കണ്ടില്ല. ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് ഒരു മരത്തിന് മറിഞ്ഞു നിന്നു മുന്നേരം കൂടെ. അപ്പോൾ ആന ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് അങ്ങ് പോയി. അതിൻ്റെ പുറകോട്ട് തന്നെ ഇപ്പുറം സൈഡിൽ നിന്ന് കുറേ ആനകൾ വേഗം ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അന്നേരം അവർ ആനയും ഞങ്ങളെ കണ്ടില്ല. ഞങ്ങൾ എന്നിട്ട് വേഗം മുകളിലേക്ക് അപ്പോൾ താഴോട്ടുള്ള വഴിക്കോടെ പോകാനായിട്ട് വന്നു. അപ്പോൾ ആനയെ കണ്ടുകൊണ്ട് ഞങ്ങൾ മുകളിലേക്കുള്ള വഴിക്ക് കിടന്നു പോയി. കുറച്ചിടം ഇങ്ങോട്ട് ചെന്നപ്പോൾ ഒരു കൂട്ടം ആനയും വന്നു. അപ്പോൾ ഞങ്ങളൊരു വലിയ മരം ഉണ്ടായിരുന്നു. വേറെ എങ്ങും ഓടി മാറാനുള്ള സ്ഥലം സൗകര്യമൊന്നുമില്ല. അപ്പോൾ ഈ പാറക്കെട്ടും അതും ഇതൊക്കെ അല്ലേ, ഓടിയാൽ നീങ്ങുമില്ലോ. അപ്പോൾ ഞങ്ങൾ ആ മരത്തിൻ്റെ മറയിലോ ഞങ്ങൾ 3 പേരും മറിഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചു മിണ്ടായിരുന്നു. ആന പോകണമെങ്കിൽ പോട്ടെ എന്നോർത്ത്. അപ്പോൾ അങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ആരും മിണ്ടിയില്ല. ഞങ്ങളവിടെ തന്നെ നിന്നു. ആന പുറകോട്ട് പോയി. പുറകോട്ട് പോയതിന് ശേഷം വീണ്ടും ഞങ്ങൾ മുമ്പോട്ട് ചെന്നു. പിന്നെ ഞങ്ങൾ വേഗം മുകളിലേക്ക് കയറി ചെന്നപ്പം ഒരു ഭയങ്കര മതിയായൊരു പാറ, ഈ അഴയോളം പൊക്കത്തിലുള്ള അതിലും നോക്കുന്നുണ്ട് പാറ കണ്ടു. ഞങ്ങൾ ആ പാറയിൽ കൂടെ പിടച്ച് കയറി. അവിടെ കയറിയപ്പോഴത്തേക്കും സന്ധ്യയായി. പിന്നെ കുറേ ചപ്പൊക്കെ പറിച്ചു കൊണ്ട് ആ പാറയിൽ കൂടെയൊക്കെ നിരത്തിയിട്ടിട്ട് അവിടെ തുണിയും വിരിച്ച് അവിടെ കിടന്നു. എന്താണ് ഇനി ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള മണിക്കൂറുകൾ എന്താണ് എന്നറിയാത്ത 3 പേരുടെ ജീവിതത്തിലേക്ക് പുതിയ വെളിച്ചം വീശുകയായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് ഈ നാട്ടുകാർ.
എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായത്. മായ ചേച്ചി വീട്ടിലേക്കാണോ? മായ ചേച്ചിയുടെ കണ്ണുകളിൽ ഇപ്പോഴും ഭയത്തിൻ്റെ ആ ഒരു ഒന്നും നമുക്ക് കാണാനില്ല. എന്തായാലും നമുക്ക് വളരെ സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. കാടിനോടും വന്യജീവികളോടും പടപൊരുതി ജീവിച്ച ചരിത്രമാണ് കുട്ടമ്പുഴയ്ക്കുള്ളത്. ആ അതിജീവന ചരിത്രത്തിൽ പുതിയൊരു ഏട് കൂടിയാണ് ഈ നാട്ടുകാർ എഴുതി ചേർത്തത്. കുട്ടമ്പുഴയിൽ നിന്ന് ടീം 24. അങ്ങനെ ഇന്നലെ രാത്രി മുഴുവൻ നീണ്ട തെരച്ചിൽ, കൃത്യമായി പറഞ്ഞാൽ 14 മണിക്കൂർ നീണ്ട ഉദ്വേഗത്തിനൊടുവിലാണ് ഈ 3 പേരെയും വളരെ സുരക്ഷിതരായി തന്നെ പുറം ലോകത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അതിനൊരു സംഘം ആളുകൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. കേരളം മുഴുവൻ അവരുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയായിരുന്നു. സന്തോഷത്തോടെ അവരെ നമ്മൾ വരവേറ്റു. പിന്നീട് ആ കണ്ട കാഴ്ചകൾ, അത് നിർലോഭമായ സ്നേഹത്തിൻ്റെ കാഴ്ചകൾ, കലർപ്പില്ലാത്ത സ്നേഹത്തിൻ്റെ കാഴ്ചകൾ, അത് വിവരിക്കാൻ വാക്കുകളില്ല. ഏതായാലും ആനക്കൂട്ടത്തിന് മുന്നിൽ അകപ്പെട്ടു പോയി. എങ്ങനെയാണ് അവർ അവിടെ സുരക്ഷിതരായിരുന്നത് എന്നത് ഇപ്പോൾ ഒരുപക്ഷെ അവർക്ക് ഓർമ്മിക്കുമ്പോൾ അത് അവർക്ക് പോലും വിവരിക്കാൻ കഴിയാത്ത തരത്തിലാകും. ഏതായാലും ധൈര്യപൂർവ്വം തന്നെ ഈ സാഹചര്യത്തെ 3 പേരും നേരിട്ടു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. കേരളം മുഴുവൻ ഇവരുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയായിരുന്നു. ആ കാത്തിരിപ്പ് സഫലമായി 14 മണിക്കൂറിന് ശേഷമാണ് കാടിറക്കമുണ്ടായത്. ഇതാണ് കുട്ടമ്പുഴയുടെ അതിജീവനത്തിൻ്റെ കഥ. ചെക്ക് ഡാം പ്ലസ് അതിനടുത്തുകൊണ്ട് സ്ഥലങ്ങളെല്ലാം നമ്മുടെ സെർച്ച് ചെയ്യുന്നുണ്ടത്. അതല്ലാതെ ഇനി ഒരു 3 ടീം വരും. അല്ലാതെ നമ്മുടെ ഡ്രോൺ വെച്ചിട്ട് ട്രൈ ചെയ്യുന്നുണ്ടത്. ബട്ട് മണ്ണുകൊണ്ട് കാരണം നമുക്ക് അത്ര സിഗ്നൽസ് ഒന്നും കിട്ടുന്നില്ല. എന്തായാലും ഫോണില്ല. അപ്പോൾ ഇവരൊക്കെ വിളിച്ചു. ഞാൻ ഇവരുടെ അടുത്ത് വന്നപ്പോൾ ഇവർ വിളിച്ചപ്പോൾ വിളിച്ചിട്ട് എടുത്തു എന്ന് പറയണം. എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അരക്കമുത്തി ഭാഗത്താണ് പോയിട്ടുണ്ടത്. സോ 3 പേര് സേഫായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടത്. ഇവിടുത്തെ ഒരു നോക്കെങ്കിൽ 6 കിലോമീറ്റർ ഉണ്ടായി ഏകദേശം. സോ ഇവിടെ കൊണ്ടുവരുന്നത്.